ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലബോറട്ടറി ട്യൂട്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലഡ് സെൽ കൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനിതൊരു സീരിയസ് ആയിട്ട് ചെയ്യാം, അതായത് പാർട്സ് ആയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം നമുക്കിതിൽ ബ്ലഡ് സെൽ കൗണ്ടിങ്, പിന്നെ RBC പിപ്പറ്റ്, WBC പിപ്പറ്റ്, സെൽ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗണ്ടിങ് ചേമ്പേഴ്സ്, പിന്നെ ഓരോ സെല്ലും എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ വളരെ ലോങ് ആയി പോവും. അതുകൊണ്ട് ഞാനിത് പാർട്സ് ആയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലഡ് സെൽ കൗണ്ടിങ്ങും RBC ആൻഡ് WBC പിപ്പറ്റ്സിനെ പറ്റിയിട്ടാണ്. ഇതിൽ ഓരോ വീഡിയോസും മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡ് സെൽ കൗണ്ടിങ്. The technique of counting of the blood cell is hemocytometry. Apparatus used for manual method of cell counting is the hemocytometer. അതായത് ബ്ലഡ് സെല്ല് കൗണ്ട് ചെയ്യാനുള്ള ടെക്നിക്ക്, അതിനെയാണ് നമ്മൾ ഹീമോസൈറ്റോമെട്രി എന്ന് പറയുന്നത്. ബ്ലഡ് സെല്ല് കൗണ്ട് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഹീമോസൈറ്റോമെട്രി എന്ന് പറയുന്നത്. മാനുവൽ ആയിട്ട്, അതായത് കൈ കൊണ്ട് നമ്മൾ ബ്ലഡ് സെല്ല് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ഹീമോസൈറ്റോമീറ്റർ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടിങ് ചേംബർ എന്ന് ഇതിനെ പറയുന്നു. ഇനി പറയുന്നത് ഹീമോസൈറ്റോമീറ്റർ എന്താണെന്നാണ്. ഹീമോസൈറ്റോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യൽ സ്ലൈഡ് കാൾഡ് കൗണ്ടിങ് ചേംബർ ആൻഡ് ടു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പിപ്പറ്റ്, ദാറ്റ് ഈസ് മൈക്രോ പിപ്പറ്റ്സ്. The micropipette used are RBC pipette and WBC pipette. The parts of the micropipette are stem, bulb, rubber tube and plastic mouthpiece. നമ്മുടെ ഹീമോസൈറ്റോമീറ്ററിന്റെയും മൈക്രോപിപ്പറ്റിന്റെയൊക്കെ ഒരു റെഫറൻസ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹീമോസൈറ്റോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്പെഷ്യൽ സ്ലൈഡ് ഉണ്ട്, അതിന് നമ്മൾ കൗണ്ടിങ് ചേംബർ എന്ന് പറയും. കൂടാതെ 2 സ്പെഷ്യൽ പിപ്പറ്റ്സുകളുണ്ട്, അതിന് നമ്മൾ മൈക്രോ പിപ്പറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും അടങ്ങിയതാണ് നമ്മളൊരു ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്നത്. ആ മൈക്രോ പിപ്പറ്റ് 2 തരമാണുള്ളത്, ഒന്ന് RBC പിപ്പറ്റും ഒന്ന് WBC പിപ്പറ്റും. ഇനി മൈക്രോ പിപ്പറ്റിന്റെ ഭാഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. മൈക്രോ പിപ്പറ്റിന് 4 മെയിൻ പാർട്സുകളാണുള്ളത്. അതായത് ഒന്നെന്ന് പറയുന്നത് സ്റ്റെം, രണ്ടെന്ന് പറയുന്നത് ബൾബ്, പിന്നെ മൂന്നാമത്തെ അതിന്റെ റബ്ബർ ട്യൂബും, നാലാമത്തെ അതിന്റെ പ്ലാസ്റ്റിക് മൗത്ത് പീസും ആണ്. ഈ സ്റ്റെം എന്ന് പറയുന്നത് ഒരു തണ്ട് ഭാഗം പോലെ നമ്മുടെ പിക്ചറിൽ കാണുന്നത് പോലെയാണ് ഇരിക്കുന്നത്. നീളം കൂടിയ സമന്നമായ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ സ്റ്റെം എന്ന് പറയുന്നത്. അതില് മാർക്കിങ്സ്, അതായത് കുറച്ച് മാർക്കിങ്സ് ഉണ്ട്, ഗ്രാജുവേഷൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് ബൾബ്. ഈ വീർത്തിരിക്കുന്ന ഒരു ഭാഗത്തിനാണ് നമ്മൾ ബൾബ് എന്ന് പറയുന്നത്. സ്റ്റെം കഴിഞ്ഞ് വരുന്ന വലിയ ഭാഗമാണ് ബൾബ്. ഇവിടെ ബ്ലഡും ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ബൾബിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് ബീഡ് ഉണ്ട്. നമ്മളിപ്പം ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, വൈറ്റ് കളർ, ആ റെഡ് ബൾബിനകത്ത് ഒരു വൈറ്റ് കളർ, ഇത് അതേപോലെ ഒരു പ്ലാസ്റ്റിക് ബീഡ് ഉണ്ട്. ഇത് മിക്സിങ് നടക്കാൻ നന്നായിട്ട് സഹായിക്കും. പിന്നെ എയർ ബബിൾസ് വരാതിരിക്കുന്ന, അതായത് എയർ ബബിൾസിനെ തടയുന്നതും ഈ ഒരു ബീഡ് ഉള്ളത് കൊണ്ടാണ്. ഇത് കഴിഞ്ഞ് പറയുന്നതാണ് റബ്ബർ ട്യൂബ്. ഈ റബ്ബർ ട്യൂബ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡും ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡും ഡ്രോ ചെയ്യാൻ വേണ്ടി, അതായത് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്ലാസ്റ്റിക് മൗത്ത് പീസ്. മൗത്ത് ഉപയോഗിച്ച് സക്ഷൻ നൽകാൻ വേണ്ടിയിട്ട്, അതായത് സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് മൗത്ത് പീസ് യൂസ് ചെയ്യുന്നത്. ദ സ്റ്റെം ഈസ് ദ നാരോ എലോങ്ങേറ്റഡ് പാർട്ട് വിച്ച് ഈസ് ഗ്രാജുവേറ്റഡ്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ആൻ എൻലാർജ്ഡ് ഹോളോ പാർട്സ് കാൾഡ് ബൾബ്. Here the mixing of the blood with diluting fluid. The bulb contain a plastic bead which facilitate through mixing and prevent the entry of air bubbles. The rubber tube is used for accurating the sample and diluting fluid. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സ്റ്റെം എന്ന് പറയുമ്പോൾ ഒരു നാരോ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാർട്ടാണ്. അതിനകത്ത് ഗ്രാജുവേഷൻസ് ഉണ്ട്, അതായത് മാർക്കിങ്സ് ഉണ്ട്. ഇത് ഫോളോ ചെയ്ത് പോകുന്നത് ഒരു എൻലാർജ്ഡ് ഹോളോ പാർട്ടാണ്, അതായത് അതിനെ ബൾബ് എന്ന് പറയും. ഈ ബൾബിനകത്ത് വെച്ചിട്ടാണ് ബ്ലഡും ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡും തമ്മിലുള്ള മിക്സിംഗ് നടക്കുന്നത്. ഈ ബൾബിനകത്ത് പ്ലാസ്റ്റിക് ബീഡ് ഉണ്ട്. അതിപ്പം RBC പിപ്പറ്റും WBC പിപ്പറ്റും പഠിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിക്കും, ആ ഒരു ബീഡിന്റെ ഡിഫറൻസ് ഒക്കെ. അപ്പൊ അതിനകത്ത് പ്ലാസ്റ്റിക് ബീഡ്സ് ഉണ്ട്. ഇത് ആണ് നമ്മൾ സാമ്പിൾ മിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും അവിടെ വരുന്ന എയർ ബബിൾസിന്റെ എൻട്രീനെ പ്രിവെന്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ബീഡാണ്. പിന്നെ പറയുന്നതാണ് നമ്മുടെ റബ്ബർ ട്യൂബ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിളും ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡൊക്കെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റബ്ബർ ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് RBC പിപ്പറ്റിനെയും WBC പിപ്പറ്റിനെയും പറ്റിയിട്ടാണ്. അപ്പൊ RBC പിപ്പറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദ സ്റ്റെം ഓഫ് RBC പിപ്പറ്റ് ഈസ് ഷോർട്ട് ആൻഡ് stout than the WBC pipette. The lower part of the stem has two markings 0.5 and 1
and the upper part is marked 101. The bulb contain a red bead. The dilution made are in 100 and 200. This pipette is used for diluting blood for doing RBC count and platelet. അപ്പം RBC പിപ്പറ്റിന്റെ ഒരു റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ തന്നിട്ടുണ്ട്, പാർട്സ് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പറ്റി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. RBC പിപ്പറ്റിന്റെ സ്റ്റെം എന്ന് പറയുന്നത്, അതായത് ഒരു തണ്ട് ഭാഗം എന്ന് പറയുന്നത് WBC പിപ്പറ്റിനേക്കാൾ ചെറുതും കട്ടിയുള്ളതുമാണ്. സ്റ്റെമ്മിന്റെ താഴത്തെ ഭാഗത്തായിട്ട് 0.5ഉം അതായത് 1ഉം മാർക്കിങ്സ് ഉണ്ട്. അത് നമുക്ക് ആ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു 0.5 എന്നും 1 എന്നും പറഞ്ഞിട്ട് 2 മാർക്കിങ്സ് ഉണ്ട്. മുകളിലുള്ള ഭാഗത്ത് 101 എന്ന മാർക്കിങ്സും ഉണ്ട്. ഇനി ഇതിന്റെ ബൾബിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരു ചുമന്ന നിറത്തിലുള്ള ബീഡാണ് ഉള്ളത്. അപ്പൊ നമുക്ക് RBC പിപ്പറ്റും WBC പിപ്പറ്റും തമ്മിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBC പിപ്പറ്റ് ആണെങ്കിൽ അതിനകത്തൊരു ചുമന്ന മുത്തും WBC പിപ്പറ്റ് ആണെങ്കിൽ അതിനകത്തൊരു വൈറ്റ് കളർ മുത്തുമാണ് ഉള്ളത്. ഇനി അതിന്റെ പറയുന്നത് ഇതിന്റെ ഡൈല്യൂഷൻ ആണ്. അതായത് നമ്മൾ സാമ്പിൾ എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. 1/100ലും 1/200ലുമാണ് നമ്മൾ ഒരു ഡൈല്യൂഷൻ ഇതിനകത്ത് ചെയ്യുന്നത്, സാമ്പിൾ ഡൈല്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിപ്പറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ്. ബ്ലഡ് ഡൈല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് RBC കൊണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്ലഡ് ഡൈല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിപ്പറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഈ പിപ്പറ്റ്സ് ബ്ലഡ് ഡൈല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ RBC കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് WBC പിപ്പറ്റ്. ദ സ്റ്റെം ഈസ് ലോങ് ആൻഡ് നാരോ. ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഹാസ് 2 markings, 0.5 and 1. And the upper part has marking 11. The bulb of the pipette is small and carry a white bead. The dilution made are in 10 and in 20. The pipette used for doing total WBC count, absolute eosinophil count and sperm count. WBC പിപ്പറ്റിന്റെ സ്റ്റെം എന്ന് പറയുന്നത് നീളം കൂടിയതും അതായത് കുറച്ച് നാരോ ആണ്, നീളം കൂടിയതും നാരോ ആയിട്ടുള്ളതുമാണ്. സ്റ്റെമ്മിന്റെ താഴത്തെ ഭാഗത്തായിട്ട് 0.5ഉം 1ഉം മാർക്കിങ്സ് ആണ് ഉള്ളത്. മുകളിലുള്ള ഭാഗത്ത് 11 മാർക്കിംഗ്, അത് നമ്മൾ 11 എന്ന മാർക്കിംഗ് ആണ് മുകൾ ഭാഗത്തുള്ള. അതിനെ 11 എന്നല്ല വായിക്കുന്നത്, 11 എന്നാണ് കേട്ടോ വായിക്കുന്നത്. ഇതിന്റെ ബൾബിനകത്തായിട്ട് അതിനുള്ളിൽ ഒരു വെള്ള നിറത്തിലുള്ള ബീഡാണ് ഉള്ളത്. ഇനി ഇതിന്റെ ഡൈല്യൂഷൻ പറയുകയാണെങ്കിൽ 1/10ഉം 1/20 ആണ് ഇതിന്റെ ഒരു ഡൈല്യൂഷൻ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടോട്ടൽ WBC കൗണ്ട്, അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, സ്പേം കൗണ്ട്, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ WBC പിപ്പറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹീമോസൈറ്റോമെട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടിങ് മെത്തേഡാണ് അല്ലെ. നമ്മൾ ബ്ലഡ് സെൽ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹീമോസൈറ്റോമെട്രി എന്ന് പറയുന്നത്. ഇനി ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് സെൽസുകൾ കൗണ്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 2 മൈക്രോ പിപ്പറ്റ്സുകളാണുള്ളത്. ആ മൈക്രോ പിപ്പറ്റ്സിന് എത്ര പാർട്സ് ആണുള്ളത്? സ്റ്റെം ഉണ്ട്, ബൾബ് ഉണ്ട്, റബ്ബർ ട്യൂബ്, മൗത്ത് പീസ്. പിന്നെ ഇതിൽ ബൾബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിക്സിങ്, അതായത് ബ്ലഡും ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡും തമ്മിൽ മിക്സ് ചെയ്യുക, പിന്നെ എയർ ബബിൾസിനെ പ്രിവെന്റ് ചെയ്യുക. ഇത്രയും ഫങ്ഷൻസ് ആണ് ആ ഒരു ബൾബിന് ഉള്ളത്. അപ്പൊ ഞാനിതൊരു ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ RBC WBC പിപ്പറ്റിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.